Next topic is sizing of electrical machine for electric vehicles and electric hybrid vehicles. So sizing determine ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇത് ഇലക്ട്രിക് മോട്ടറിൻ്റെ പെർഫോമൻസ് ആദ്യം എങ്ങനെയാണെന്ന് നോക്കാം. സോ അതിനുവേണ്ടി രണ്ട് ടേംസ് പഠിക്കണം. ടോർക്ക് ആൻഡ് പവർ കേപ്പബിലിറ്റി ആൻഡ് കോൺസ്റ്റൻറ്റ് പവർ സ്പീഡ് റേഷ്യോ. അതായത് ഇലക്ട്രിക് മോട്ടർ ഏതൊക്കെ റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുക അതാദ്യം നോക്കാം. സോ ഫസ്റ്റ് ടോർക്ക് ആൻഡ് പവർ കേപ്പബിലിറ്റി. സോ ഇവിടെ ടോർക്ക് വേഴ്സസ് സ്പീഡ് കർവ് ആണ് കാണിച്ചിരിക്കുന്നത്. മോട്ടോർ ജനറേറ്റർ കേപ്പബിലിറ്റി കർവ്സ് ഫോർ ടോർക്ക് ആൻഡ് പവർ ഡിഫൈൻ ദ പീക്ക് ഓപ്പറേറ്റിംഗ് കേപ്പബിലിറ്റി ഓഫ് ദ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ. സോ ഒരു ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് റേഞ്ചസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദർ ആർ 3 curves here which are continuous rating, intermittent overload operation and peak overload operation. So continuous rating ആണ് ഏറ്റവും താഴെയുള്ള കർവ് കണ്ടിന്യൂസ് ആണ്. ഇനി മിഡിൽ ആയിട്ട് വരുന്നത് ഇൻ്റർമിറ്റൻറ്റ്, പീക്ക് ഏറ്റവും മുകളിലുള്ളത്. So first continuous operation. The EM can be operated within its continuous rated region. So എല്ലാ മെഷീൻസിനും ഒരു റേറ്റിംഗ് കാണും. ആ റേറ്റിങ്ങിൽ മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യാവുള്ളൂ. സോ ഇലക്ട്രിക് മോട്ടറിൻ്റെ കേസ് എടുക്കുമ്പോഴും അതിന് ഒരു റേറ്റഡ് വാല്യൂ കാണും. ആ റേറ്റഡ് വാല്യൂവിലായിരിക്കണം അത് വർക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ കണ്ടിന്യൂസ് റേറ്റിംഗ് എന്ന് പറയുമ്പം ഫോർ സം ടൈം ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് കണ്ടിന്യൂസ്ലി. സോ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പം ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ അതിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എല്ലാം വിതിൻ ദ ലിമിറ്റ്സ് ആയിരിക്കണം. സോ ഈ കണ്ടിന്യൂസ് റേറ്റിംഗ് വരുമ്പം ഈ മോട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 100 kW മോട്ടർ ആണെങ്കിൽ ആ 100 kW റേറ്റിങ്ങിലായിരിക്കില്ല കണ്ടിന്യൂസ് റേറ്റിംഗ് ഓപ്പറേഷൻ വരുന്നത്. അതിനേക്കാളും ഒരു ലോവർ ആയിട്ടുള്ളൊരു റേറ്റിംഗ് വാല്യൂവിലായിരിക്കും ഒരു ലോങ് ടൈം ഈ മോട്ടർ ഇത്രയും പവർ ഡെലിവർ ചെയ്യുന്നത്. സോ റേറ്റഡ് വാല്യൂ 100 kW എന്ന് പറയുവാണെങ്കിലും ഈ കണ്ടിന്യൂസ് റേറ്റിംഗ് ഓപ്പറേഷനിൽ 100 kW ആയിരിക്കില്ല മോട്ടർ ഡെലിവർ ചെയ്യുന്നത്. അതിനേക്കാളും ലോവർ ആയിട്ടുള്ളൊരു പവർ ആയിരിക്കും ഡെലിവർ ചെയ്യുന്നത്. സോ കണ്ടിന്യൂസ് റേറ്റിംഗ് വരുമ്പോൾ കുറച്ചധികം സമയം അത്രയും പവർ ഡെലിവറി ചെയ്യും. സോ ആ ഒരു റേറ്റഡ് വാല്യൂ ആയിരിക്കില്ല ഡെലിവർ ചെയ്യുന്നത്, അതിനേക്കാളും ലോവർ ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. സോ അതാണ് കണ്ടിന്യൂസ് റേറ്റിംഗ് പറയുന്നത്. സോ കണ്ടിന്യൂസ് റേറ്റിങ്ങിൽ ടോർക്ക് റിക്വയർമെൻറ്റ് കുറവാണ്. സോ ഇനിഷ്യൽ കണ്ടീഷനിൽ ടോർക്ക് കൂടുതൽ വേണം, ഒരു കോൺസ്റ്റൻറ്റ് ടോർക്ക് പ്രൊവൈഡ് ചെയ്ത ശേഷം ഇനി കുറച്ച് ടൈം കഴിഞ്ഞ് സ്പീഡാണ് വേണ്ടത്. സോ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോർക്ക് റെഡ്യൂസ് ആവും. അതാണ് കണ്ടിന്യൂസ് ഔട്ട്പുട്ടിൽ കാണിച്ചിരിക്കുന്നത്. The AC drive can be operated within its continuous rated region indefinitely provided the motor thermal management system is operated at or below its cooling medium and maximum inlet temperature conditions for the coolant used. So ഇവിടെ കണ്ടിന്യൂസ് റേറ്റിംഗിൽ മോട്ടർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എല്ലാം വിതിൻ ദ ലിമിറ്റ്സ് ആയിരിക്കും. സോ മോട്ടർ തെർമൽ മാനേജ്മെൻറ്റ് ഇസ് ഓപ്പറേറ്റഡ് അറ്റ് ഓർ ബിലോ ഇറ്റ്സ് കൂളിംഗ് മീഡിയം and maximum inlet temperature conditions for the coolant used. So എല്ലാം മാക്സിമം വാല്യൂ എന്താണോ അതിനേക്കാളും ലോവറായിട്ട് വരുന്നൊരു വാല്യൂവിലാണ് ടെമ്പറേച്ചർ റേഞ്ചൊക്കെ വരുന്നത്. ഇനി പവർ ഇൻവേർട്ടറിലുള്ള തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റം വിതിൻ ദ ലിമിറ്റാണ്. ഇനി അതുകൂടാതെ പവർ ഇലക്ട്രോണിക്സിൽ വരുന്ന ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം 50% നോമിനൽ സ്ട്രെസ് ലെവലിലാണ്. സോ അതായത് അവിടുത്തെ വാല്യൂസും ഒന്നും തന്നെ ഇൻക്രീസ് ആവുന്നില്ല, എല്ലാം വിതിൻ ദ ലിമിറ്റാണ്. സോ അതാണ് കണ്ടിന്യൂസ് റേറ്റിംഗിൽ വരുന്നത്. ഇനി അടുത്തത് ഇൻ്റർമിറ്റൻറ്റ് ഓവർലോഡ് ഓപ്പറേഷൻ. സോ ഇൻ്റർമിറ്റൻറ്റ് ഓവർലോഡ് ഓപ്പറേഷൻ ഹിയർ ദ ഇലക്ട്രിക് മെഷീൻ ഈസ് ഓപ്പറേറ്റഡ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ, typically less than 30 seconds. So typically less than 30 seconds. സോ ഒരു ഷോർട്ട് ഡ്യൂറേഷനിലാണ് ഇൻ്റർമീഡിയറ്റ് ഓവർലോഡ് ഓപ്പറേഷൻ വരുന്നത്. സോ പേര് പറയുന്ന പോലെ തന്നെ ഈ ഓവർലോഡാണ്. സോ ആ ഒരു കണ്ടിന്യൂസ് റേറ്റിങ്ങിൽ ഡെലിവർ ചെയ്ത പവറിനേക്കാളും കൂടുതൽ പവറാണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് റീജിയനിൽ മോട്ടോർ ഡെലിവർ ചെയ്യുന്നത്. സോ ഇത് ഏതൊക്കെ കേസിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ this is to contain low energy transients such as responding to fast gear changes or clutch actuation intervals when the motor or generator may be called upon to furnish additional torque and power.
സോ നേരത്തെ കണ്ടിന്യൂസ് റേറ്റിംഗ് നോക്കിയപ്പം ടോർക്ക് ഈ ഒരു റീജിയനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ടോർക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ഒരു ഹയർ ടോർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇൻ്റർമീഡിയറ്റ് ഔട്ട്പുട്ട് ഇൻ്റർമീഡിയറ്റ് ഓവർലോഡ് ഓപ്പറേഷനിൽ മോട്ടറിനെ വർക്ക് ചെയ്യിക്കുന്നത്. സോ അപ്പം ഈ ഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരു ഹയർ ടോർക്കാണ് ഈ ഇൻ്റർമീഡിയറ്റ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. സോ അത് കണ്ടിന്യൂസ് ആയിട്ട് മോട്ടറിനെ ഈ ഒരു റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ടൈമിൽ മാത്രമേ ഓവർലോഡ് മോട്ടർ ഡെലിവറി ചെയ്യത്തുള്ളൂ. ഇനി അടുത്തത് പീക്ക് ഓവർലോഡ് ഓപ്പറേഷനാണ്. പീക്ക് ഓവർലോഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ വെരി ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും ഈ ഇലക്ട്രിക് മോട്ടർ ഈ ഒരു റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ടിപ്പിക്കലി ലെസ് ദാൻ 1 to 2 seconds. സോ ഇവിടെ വരുമ്പം ഈ ഒരു പീക്ക് ഓവർലോഡ് ഓപ്പറേഷൻ വരുമ്പം ഹീറ്റ് അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റൊക്കെ മാക്സിമം ആയിരിക്കും. സോ ദിസ് ഓപ്പറേഷൻ ഇസ് വിതിൻ ദ കേപ്പബിലിറ്റി ഓഫ് ദ ഇലക്ട്രിക് മെഷീൻ ബട്ട് ഔട്ട്സൈഡ് ദ കേപ്പബിലിറ്റി ഓഫ് ദ പവർ ഇലക്ട്രോണിക്സ്. സോ ഇലക്ട്രിക് മെഷീൻ കൺസിഡർ ചെയ്യുമ്പം അവിടെ ഒരു സേഫ്റ്റി ഫാക്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. സോ ആ സേഫ്റ്റി ഫാക്ടർ വെച്ചിട്ട് അതായത് ഇപ്പോൾ ഒരു 100 kW എന്ന് പറയുവാണെങ്കിലും അവിടെ ഒരു സേഫ്റ്റി ഫാക്ടർ ഡിസൈനിങ് ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റി ഫാക്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു +10% +5% ഒക്കെ സേഫ്റ്റി ഫാക്ടർ കാണും. സോ ഈ ഇലക്ട്രിക് മെഷീൻ കൺസിഡർ ചെയ്യുമ്പം ഇറ്റ്സ് ഓപ്പറേഷൻ ഇസ് വിതിൻ ദ കേപ്പബിലിറ്റി ബട്ട് ഔട്ട്സൈഡ് ദ കേപ്പബിലിറ്റി ഓഫ് ദ പവർ ഇലക്ട്രോണിക്സ്. പവർ ഇലക്ട്രോണിക്സ് കൺസിഡർ ചെയ്യുമ്പം അതിൻ്റെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ഒക്കെ ഒരു ഹൈ വാല്യൂ ആയിരിക്കും. സോ അങ്ങനെ ആ കൺവേർട്ടേഴ്സിനൊക്കെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. The flat torque region is known as constant torque operating region. In this region, the DC to AC converter has sufficient voltage from the DC sources to inject required current into the EM. So അതാണ് പീക്ക് ടോർക്ക് ആൻഡ് പവറിൽ പറയാനുള്ളത്. സോ അത് ഫസ്റ്റ് ഓപ്പറേഷൻ ഓഫ് മോട്ടറാണ്. ഇനി സെക്കൻഡ് വൺ ഇസ് കോൺസ്റ്റൻറ്റ് പവർ സ്പീഡ് റേഷ്യോ, CPSR. കോൺസ്റ്റൻറ്റ് പവർ സ്പീഡ് റേഷ്യോ ഇത് ലാസ്റ്റ് മൊഡ്യൂൾസിലൊക്കെ പഠിച്ചത് തന്നെയാണ്. അതായത് ഈ ഇലക്ട്രിക് മെഷീൻ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് മോഡ്സിൽ വർക്ക് ചെയ്യും. അതായത് 4 quadrant ഓപ്പറേഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. സോ 4 quadrant ഓപ്പറേഷൻ എന്ന് പറയുമ്പം ഈ ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് ടോർക്ക് വേഴ്സസ് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ഇൻ ക്വാഡ്രൻറ്റ് 1 മോട്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. In the first quadrant, the electric machine works as a motor and its direction of rotation is clockwise. So motor ആയിട്ട് ആക്ട് ചെയ്യുന്നത് ക്വാഡ്രൻറ്റ് 1ലും ക്വാഡ്രൻറ്റ് 3ലും ആണ് ഈ ഇലക്ട്രിക് മെഷീൻ മോട്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ക്വാഡ്രൻറ്റ് 2ലും ക്വാഡ്രൻറ്റ് 4ലും ജനറേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ മോട്ടറായിട്ട് ആക്ട് ചെയ്യുക മീൻസ് നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യുന്നു, മോട്ടർ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മെക്കാനിക്കൽ എനർജി വെച്ചിട്ട് വീൽസിനെ ഡ്രൈവ് ചെയ്യുന്നു. ജനറേറ്റർ എന്ന് പറയുമ്പോഴോ വീൽസിൽ നിന്ന് ഉള്ള ആ കൈനറ്റിക് എനർജി, അതായത് ബ്രേക്കിംഗ് ടൈമിലുള്ള കൈനറ്റിക് എനർജി ജനറേറ്ററിലോട്ട് സപ്ലൈ ചെയ്ത് ജനറേറ്റർ ആ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ അതാണ് ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുമ്പം അങ്ങനെയാണ് വരുന്നത്. സോ അതാണ് സെക്കൻഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ് ഓപ്പറേഷൻ. അതാണ് അവിടെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് നടക്കുന്നത്. സോ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ 4 ക്വാഡ്രൻറ്റ് ഓപ്പറേഷനും എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് വരുന്നത് മോട്ടറിങ് ഓപ്പറേഷൻ ആണ്. സോ മോട്ടറിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു നോർമൽ ഡ്രൈവ് ഓപ്പറേഷൻ ആണ് മോട്ടറിങ് ഓപ്പറേഷനായിട്ട് വരുന്നത്. അതായത് അതിൻ്റെ ഫോർവേഡ് മോഷനാണ് മോട്ടറിങ് ഓപ്പറേഷനായിട്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്നത്. അതായത് ടോർക്കും പോസിറ്റീവാണ്, സ്പീഡും പോസിറ്റീവാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ. ടോർക്കും സ്പീഡും പോസിറ്റീവാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ. ഇനി നമുക്ക് ഫോർത്ത് ക്വാഡ്രൻറ്റിലോട്ട് പോകാം. സോ ഫോർത്ത് ക്വാഡ്രൻറ്റ് നോക്കുമ്പോൾ ഇത് ഡിസലറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ വെഹിക്കിൾ ഡിസലറേറ്റ് ചെയ്യുന്നു. സോ വെഹിക്കിൾ ഡിസലറേറ്റ് ചെയ്യുക മീൻസ് സ്പീഡ് 0 to 6 ആണ് എക്സസൈസ് കാണിച്ചിരിക്കുന്നത്. സോ നോർമൽ ഡ്രൈവിൽ ഒരു 6 വരെ സ്പീഡ് എത്തി. ഇനി അതിനുശേഷം ഡിസലറേറ്റ് ചെയ്യുമ്പോൾ 6ൽ നിന്ന് ഗ്രാജുവലി റെഡ്യൂസ് ചെയ്ത് ടോർക്ക് ഒരു മാക്സിമം ടോർക്ക് മീൻസ് ഒരു കോൺസ്റ്റൻറ്റ് ടോർക്കിൽ എത്തിയിട്ട് 0 സ്പീഡ് അറ്റൈൻ ചെയ്തു. സോ അത് ഡിസലറേറ്റ് ചെയ്യുമ്പോൾ ഉള്ള കേസാണ്. ഡിസലറേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം
അത് ജനറേറ്റിംഗ് ഓപ്പറേഷനാണ്, അവിടെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് നടക്കുന്നത്. സോ ഇവിടെ ബ്രേക്കിംഗ് ഓപ്പറേഷൻ ആയതുകൊണ്ട് സ്പീഡ് കുറഞ്ഞു വന്നു, അതായത് 6ൽ നിന്ന് 0 ആയി. സോ ഇവിടെ ജനറേറ്റിംഗ് ഓപ്പറേഷൻ വരുമ്പം സ്പീഡ് സ്പീഡ് പോസിറ്റീവ് തന്നെയാണ്, സ്പീഡ് കുറഞ്ഞു, ടോർക്ക് നെഗറ്റീവായി. ഇനി അടുത്തത് തേർഡ് ക്വാഡ്രന്റ് ഓപ്പറേഷൻ ആണ്. തേർഡ് ക്വാഡ്രന്റ് ഓപ്പറേഷൻ പറയുമ്പം അത് റിവേഴ്സ് ഗിയർ ഓപ്പറേഷൻ ആണ്. റിവേഴ്സ് ഗിയർ ആക്സിലറേഷൻ ആ ഒരു ഓപ്പറേഷനാണ് തേർഡ് ഗിയർ ഓപ്പറേഷൻ. സോ റിവേഴ്സ് വെഹിക്കിൾ റിവേഴ്സ് ഗിയറിലിട്ടി, സോ ബാക്ക്വേർഡ് മോഷനാണ്. സോ ബാക്ക്വേർഡ് മോഷൻ, അതുകൂടാതെ ആക്സിലറേറ്റ് ചെയ്തു. സോ ആക്സിലറേറ്റ് ചെയ്യുമ്പം സ്പീഡ് ഇൻക്രീസസ് ഫ്രം 0 to 6. സോ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മോഷൻ വരുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ സ്പീഡ് നെഗറ്റീവ് വരുന്നത്. സോ ആക്സലറേഷനെ നമുക്ക് 0 to 6 എന്ന് പറയാം, ഇൻക്രീസ് ചെയ്തെന്ന് പറയാം, പക്ഷേ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ അതുകൊണ്ടാണ് മോട്ടറിംഗ് ഓപ്പറേഷൻ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ഒരു ഓപ്പറേഷൻ വരുന്നത്. ഇനി ലാസ്റ്റ് വൺ, അതായത് സെക്കൻഡ് ക്വാഡ്രന്റ് ഓപ്പറേഷൻ വരുമ്പോൾ റിവേഴ്സ് ഗിയർ തന്നെ ബ്രേക്കിംഗ് മോഡാണ് സെക്കൻഡ് ക്വാഡ്രന്റ് വരുന്നത്. സോ റിവേഴ്സ് ഗിയർ തന്നെ ബ്രേക്കിംഗ്, സോ ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഡിസലറേഷൻ വരുമ്പം 6ൽ നിന്നത് 0 ആയി, അതിനുശേഷം സ്പീഡ് 0 ആവുന്നു, ടോർക്ക് ഒരു കോൺസ്റ്റൻറ്റ് ടോർക്കിൽ എത്തിയിട്ട് സ്പീഡ് 0 ആവുന്നു. സോ അതാണ് റിവേഴ്സ് ഗിയർ ബ്രേക്കിംഗ്. സോ ബ്രേക്കിംഗ് മോഡ് ആയതുകൊണ്ട് അത് ജനറേറ്റിംഗ് ആക്ഷനാണ്. അങ്ങനെയാണ് 4 ക്വാഡ്രന്റ് ഓപ്പറേഷൻ വരുന്നത്. സോ മോട്ടറിംഗ് മോഡ് വരുമ്പം ടോർക്കും സ്പീഡിനും സെയിം സൈൻ ആയിരിക്കും മോട്ടറിംഗ് മോഡ് വരുമ്പം, അതായത് ടോർക്കും സ്പീഡും ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ടോർക്കും സ്പീഡും നെഗറ്റീവ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാഡ്രന്റിലെ മോട്ടറിംഗ് ഓപ്പറേഷൻ. ഇനി ഏതെങ്കിലും ഒരെണ്ണം റിവേഴ്സ് ആയ, ഐദർ ടോർക്ക് ഓർ സ്പീഡ്, അത് റിവേഴ്സ് ആയ അത് ജനറേറ്റിംഗ് ഓപ്പറേഷൻ ആണ്. അതാണ് സെക്കൻഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്, അത് ജനറേറ്റിംഗ് ആക്ഷൻ ആണ്. സോ അതാണ് വേരിയസ് ഓപ്പറേഷൻ മോഡ്സ് ഓഫ് ഇലക്ട്രിക് മെഷീൻ. So different operating modes of operating region and operating modes of electric machine നമ്മൾ കണ്ടു. ഇനി ഇലക്ട്രിക് മോട്ടർ സൈസിങ് ആണ്. സോ ഇലക്ട്രിക് മോട്ടർ സൈസിങ് ചെയ്യുന്നത് ടോർക്ക് വെച്ചിട്ടുള്ള ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രിക് മോട്ടറിനെ സൈസിങ് ചെയ്യുന്നത്, അതായത് അതിനെ ഡിസൈൻ ചെയ്യുന്നത്. സോ ടോർക്കിൻ്റെ ഇക്വേഷൻ ആണ് KA/B/d²L. So torque T is equal to K proportionality constant. A is the total ampere turns per circumferential length, ampere per meter. B is the magnetic flux density. D is the diameter of the rotor, and L is the length of the electric machine. So ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രിക് മോട്ടറിനെ സൈസിങ് ചെയ്യുന്നത്. സോ ഇലക്ട്രിക് മോട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള 2 മെയിൻ കൺസ്ട്രെയിൻസ് ആണ് ഇലക്ട്രിക് ലോഡിംഗ് ആൻഡ് മാഗ്നറ്റിക് ലോഡിംഗ്. So electric loading is determined by the current carrying capacity of copper conductor and it is limited by its thermal dissipation. So electric loading എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം വലിയൊരു റേറ്റിങ്ങിൽ ഇലക്ട്രിക് മോട്ടർ ഡിസൈൻ ചെയ്യുന്നു. സോ അവിടെ നോക്കേണ്ട കാര്യം ഇലക്ട്രിക് ലോഡിംഗ്, അതായത് ഇൻപുട്ട് ഇലക്ട്രിക് ആണല്ലോ കൊടുക്കുന്നത്. സോ അവിടെ അത്രയും സപ്ലൈ കൊടുക്കുമ്പം അവിടെ യൂസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സൊക്കെ അതിൻ്റെ വാല്യൂം, അതായത് അതിൻ്റെ ക്രോസ് സെക്ഷനും അതനുസരിച്ച് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു കോപ്പർ കണ്ടക്ടറിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിയാണ് ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രിക് ലോഡിംഗ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൂടാതെ തേർമൽ ഡിസിപ്പേഷൻ, എത്രത്തോളം ഹീറ്റ് അവിടെ ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഹൈ വാല്യൂ ഓഫ് കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ, അതും കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. സോ ഇവിടെ കറണ്ട് ഡെൻസിറ്റി, കോപ്പറിൻ്റെ കറണ്ട് ഡെൻസിറ്റിയുടെ ലിമിറ്റാണ് കാണിച്ചിരിക്കുന്നത്, JCU. കറണ്ട് ഡെൻസിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ the letter J. So 2 ampere per mm square for continuous operation, 6 ampere per mm square for 3 minutes, 20 ampere per millimeter square for 30 seconds. So നമ്മൾ നേരത്തെ കണ്ടതാണ് 3 ഓപ്പറേറ്റിംഗ് റീജിയനിൽ മോട്ടർ വർക്ക് ചെയ്യുന്നത് കണ്ടതാണ്, അതായത് കണ്ടിന്യൂസ്, ഇൻ്റർമീഡിയറ്റ് ആൻഡ് പീക്ക് ഓവർലോഡ് ഓപ്പറേഷൻ. സോ അത് തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ കണ്ടിന്യൂസ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേറ്റഡ് വാല്യൂ ആയിരിക്കില്ല, അതിനേക്കാൾ ഒരു ലോവർ വാല്യൂവിലായിരിക്കും മോട്ടർ വർക്ക് ചെയ്യുന്നത്. സോ അപ്പം കറണ്ട് വാല്യൂ കുറവായിരിക്കും. സോ അതിൻ്റെ കറണ്ട് ഡെൻസിറ്റി 2 ampere per millimeter square ആയിരിക്കും കണ്ടിന്യൂസ് ഓപ്പറേഷൻ വരുമ്പോൾ. ഇനി ഇൻ്റർമീഡിയറ്റ് വരുമ്പോൾ ഒരു ഷോർട്ട് ഡ്യൂറേഷനിലായിരിക്കും, കണ്ടിന്യൂസിനേക്കാളും കൂടുതൽ കറണ്ട് ആയിരിക്കും അവിടെ എടുക്കുന്നത്. അതിനനുസരിച്ചാണ് മോട്ടർ അത്ര ഒരു
ലോഡ് സപ്ലൈ ചെയ്യുന്നത്. സോ ലോഡ് മീൻസ് അത് അത്രയും മെക്കാനിക്കൽ എനർജി അത്രയും സപ്ലൈ ചെയ്യുന്നത്. സോ 6 ആംപിയർ/mm² ആണ് ഇൻ്റർമീഡിയറ്റിൻ്റെ കേസ് വരുമ്പം. ഇനി പീക്ക് ഓവർലോഡിൻ്റെ കേസ് വരുമ്പോൾ ഒരു ഹൈ കറണ്ടാണ് 20 ആംപിയർ/mm² ഫോർ 30 സെക്കൻഡ്സ് ആണ്. സോ ഇത് കോപ്പർ കണ്ടക്ടറിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ആണ്. സോ അതൊക്കെ ബേസ് ചെയ്തിട്ട് വേണം ഇലക്ട്രിക്കൽ ലോഡിങ് കൊടുക്കാൻ. ഇനി സോ ഇവിടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രിക് മെഷീൻ സൈസിങ് ചെയ്യുന്നത്. സോ ഇനിഷ്യൽ സൈസിങ് ചെയ്യുന്നത് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഇനി അതിനുശേഷം ഫർദറായിട്ട് മോഡലിംഗ് ചെയ്യാൻ വേണ്ടി, ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫൈനൈറ്റ് എലമെൻറ്റ് മെത്തേഡ്. അതാണ് ഡീറ്റെയിൽഡ് ഡിസൈനിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫൈനൈറ്റ് എലമെൻറ്റ് മെത്തേഡ്. ഇനി അതുകൂടാതെ മെക്കാനിക്കൽ ലോഡിങ് ചെയ്യുമ്പം അവിടെ ശ്രദ്ധിക്കേണ്ടത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ ആണ്. അത് 0.8 ടെസ്ല ഒക്കെ വരും. സോ ഇവിടെ it is also constrained by a mechanical limit known as rotor burst condition. So മെക്കാനിക്കൽ ലോഡിങ് വരുമ്പം അതായത് റോട്ടർ ഫാസ്റ്ററായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം അവിടെ റോട്ടറിനെ അത് ഡാമേജ് ആക്കാൻ സാധ്യതയുണ്ട്. സോ അവിടെ വരുന്ന റോട്ടർ ടാൻജൻഷ്യൽ വെലോസിറ്റി ലെസ് ദാൻ 200 mm/s ആയിരിക്കണം. സോ ഹയർ സ്പീഡിൽ ഒരു മെഷീൻ വർക്ക് ചെയ്യുമ്പം അവിടെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് വരാറുണ്ട്. അതായത് ക്രിട്ടിക്കൽ സ്പീഡ് ഫ്ലക്സിങ്, റോട്ടർ റിട്ടൻഷൻ, റോട്ടർ എക്സെൻട്രിസിറ്റി. അതായത് ക്രിട്ടിക്കൽ സ്പീഡ് ഫ്ലക്സിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് വൈബ്രേഷൻസ് ഉണ്ടാവും. അതിൻ്റെ ജോയിൻസിലൊക്കെ കൂടുതലായിട്ട് വൈബ്രേഷൻസ് ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഫോൾട്ട് ആവും, റോട്ടർ പാർട്ട് ഫോൾട്ട് ആവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മെക്കാനിക്കൽ ലോഡിങ്ങിൽ വരുന്നതാണ്. സോ അതൊക്കെ ഡിഫറെൻറ്റ് കൺസ്ട്രെയിൻസ് ആണ്. ഈ EM ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് അതൊക്കെ. ഇനി അടുത്തത് പവർ റേറ്റിംഗ് ഡിസൈൻ ഓഫ് ദ എഞ്ചിൻ ഓർ ജനറേറ്റർ ഇൻ സീരീസ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ. സോ സൈസിങ് ഓഫ് ഇലക്ട്രിക് മെഷീൻ ഫോർ EVs ആൻഡ് EHVസിൽ തന്നെ പവർ റേറ്റിംഗ് ഡിസൈൻ ഓഫ് ദ എഞ്ചിൻ ഓർ ജനറേറ്റർ. സോ നമുക്കറിയാം സീരീസ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അവിടെ ജനറേറ്ററും യൂസ് ചെയ്യും, മോട്ടറും യൂസ് ചെയ്യും. സോ ഇവിടെ എൻജിൻ ഒരു ജനറേറ്ററിലോട്ട്, സീരീസ് ഹൈബ്രിഡിൻ്റെ കേസിൽ എൻജിൻ ഒരു ജനറേറ്ററിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ആ എൻജിൻ യൂസ് ചെയ്തിട്ട് ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്ത് ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അത് വന്നിട്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും. So in the design of engine or generator, two driving conditions should be considered: driving for a long time with constant speed such as highway driving between cities, driving with a frequent stop-go driving pattern such as driving in cities. So രണ്ട് കേസസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് in the design of engine or generator. That is ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ലോങ് ടൈം ഡ്രൈവ് ചെയ്യുന്നു, അതായത് ഹൈവേസ് ഡ്രൈവ് ചെയ്യുന്നു ബിറ്റ്വീൻ സിറ്റീസ്, അതായത് സിറ്റീസിലല്ല, such as highway driving between cities. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് വിത്ത് എ ഫ്രീക്വൻറ്റ് സ്റ്റോപ്പ് ഗോ ഡ്രൈവിംഗ് പാറ്റേൺ സച്ച് ആസ് ഡ്രൈവിംഗ് ഇൻ സിറ്റീസ്, അതായത് urban ഏരിയാസിലൊക്കെ ഡ്രൈവ് ചെയ്യുന്നൊരു കേസുമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, ഡ്രൈവിംഗ് ഫോർ എ ലോങ് ടൈം വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. അവിടെ യൂസ് ചെയ്യുന്നത് എൻജിൻ ഓർ ജനറേറ്റർ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ പീക്ക് പവർ സോഴ്സിനെ അല്ല വെഹിക്കിള് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എൻജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് എൻജിൻ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ യൂസ് ചെയ്താൽ മാത്രമേ അവിടെ ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഫ്യൂവൽ ഇൻഎഫിഷ്യൻസി വരും. അതായത് ഈ ഫ്രീക്വൻറ്റ് സ്റ്റോപ്പ് ഗോ പാറ്റേണിൽ ഒരു എൻജിനെ യൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ ഫ്യൂവൽ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യും. അങ്ങനെ അതുകൂടാതെ അവിടെ ഇൻഎഫിഷ്യൻസി ആയിരിക്കും ഉണ്ടാവുക. സോ ഈ എൻജിൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ വെഹിക്കിൾ മൂവ് ചെയ്യുമ്പോഴാണ് എൻജിൻ യൂസ് ചെയ്യുന്നത്. സോ ഈ ഫസ്റ്റ് കേസിൽ ഡ്രൈവിംഗ് ഫോർ എ ലോങ് ടൈം വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡിൽ എൻജിനാണ് യൂസ് ചെയ്യുക. ഇനി സെക്കൻഡ് വൺ, ഡ്രൈവിംഗ് വിത്ത് എ ഫ്രീക്വൻറ്റ് സ്റ്റോപ്പ് ഗോ ഡ്രൈവിംഗ് പാറ്റേൺ സച്ച് ആസ് ഡ്രൈവിംഗ് ഇൻ സിറ്റീസ്, അവിടെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് മെഷീൻ ആയിരിക്കും യൂസ് ചെയ്യുക. സോ
ഇതൊരു സീരീസ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ പീക്ക് പവർ സോഴ്സ് എന്ന് കാണിച്ചിട്ടുണ്ട്. പീക്ക് പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ആക്സലറേഷൻ വരുമ്പോൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന സോഴ്സിനെയാണ് പീക്ക് പവർ സോഴ്സ് എന്ന് പറയുന്നത്. സോ അത് ഡിഫറെൻറ്റ് സോഴ്സസ് നമ്മൾ പഠിച്ചതാണ്. ഡിഫറെൻറ്റ് എനർജി സ്റ്റോറേജ് ഡിവൈസസ് തന്നെയാണ് ഇവിടെ പീക്ക് പവർ സോഴ്സായിട്ട് വരുന്നത്. സോ പവർ റേറ്റിംഗ് ഡിസൈൻ. അടുത്തത് ഫ്രീക്വൻറ്റ് സ്റ്റോപ്പ് ഗോ വരുമ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് പീക്ക് പവർ സോഴ്സ് ആണ്. അതായത് ആ ബാറ്ററി, ഇപ്പോൾ ഒരു ബാറ്ററിയാണ് പീക്ക് പവർ സോഴ്സ് എങ്കിൽ ആ ബാറ്ററി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക് മോട്ടറിന് സപ്ലൈ ചെയ്യുന്നു. ഇലക്ട്രിക് മോട്ടർ യൂസ് ചെയ്ത് വീൽസിനെ ഡ്രൈവ് ചെയ്യുന്നു. സോ ഫ്രീക്വൻറ്റ് സ്റ്റോപ്പ് ഗോ ഡ്രൈവിംഗ് പാറ്റേൺ വരുമ്പോൾ പവർ, അതായത് ഈ എൻജിൻ ഓർ ജനറേറ്റർ യൂസ് ചെയ്തിട്ട് ഈ പീക്ക് പവർ സോഴ്സിന് പവർ സപ്ലൈ ചെയ്യണം. കാരണം ഈ മോട്ടറിന് ഒരു ഹയർ ആക്സിലറേഷൻ ഒക്കെ വരുമ്പോൾ മോട്ടറിൽ സപ്ലൈ ചെയ്യുന്നത് ബാറ്ററിയാണ്. സോ ആ ബാറ്ററിയിലെ എനർജിയാണ് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ എനർജി ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ വേണ്ടി എൻജിൻ യൂസ് ചെയ്തിട്ട് ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്ത് ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിസിറ്റി വേണം പീക്ക് പവർ സോഴ്സിൽ, ആ ഒരു എനർജി സ്റ്റോറേജ് ഡിവൈസിൽ സ്റ്റോർ ചെയ്യും. ഇനി at a constant speed and on a flat road, the power output from the power source can be expressed as. So first driving condition, അതായത് കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുമ്പോൾ അവിടെ പവർ സോഴ്സിൽ നിന്ന് വരേണ്ട പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് PEG. അതായത് ഒരു ഫ്ലാറ്റ് റോഡിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ, ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്യുമ്പം എൻജിൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ അവിടുത്തെ ഇക്വേഷൻ വരുന്നത് V/1000 η/t eta m into MEG FR plus half rho A CD AF V square. സോ ഇവിടെ ഈ ടേംസ് എന്ന് പറയുന്നത് റോളിംഗ് റെസിസ്റ്റൻസിനെ ദെൻ എയറോഡൈനാമിക് ഡ്രാഗിനെ ഓവർകം ചെയ്യാനുള്ള പവർ ഈ പവർ സോഴ്സ് ഡെലിവറി ചെയ്യണം. സോ അതുകൂടെ ഇക്വേഷനിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. η/t എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി, η/m എന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ മോട്ടറിൻ്റെ എഫിഷ്യൻസി. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഫ്രീക്വൻറ്റ് സ്റ്റോപ്പ് ഗോ പാറ്റേൺ വരുന്ന കേസാണ്. അവിടെ യൂസ് ചെയ്യുന്നത് പീക്ക് പവർ സോഴ്സ് കണക്റ്റഡ് ടു ഇലക്ട്രിക് മെഷീൻ, അതാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഈ പീക്ക് പവർ സോഴ്സിന് അവിടുത്തെ എനർജി ബാലൻസ് ചെയ്യാൻ വേണ്ടി എൻജിൻ സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ഇവിടെ when the vehicle is driving in a stop and go pattern in urban areas, the power that the engine or generator produces should be equal to or slightly greater than the average load power in order to maintain balanced PPS energy storage. So average load power എന്ന് പറയുന്നത് ഇക്വേഷൻ ഇതാണ്, 1/t integral 0 to t mvgfr plus half rho a cdaf v square into v dt plus 1/t integral 0 to t delta mv dv by dt dot dt. സോ ഇവിടെ നേരത്തെ കേസിൽ വന്നത് ഒരു റോളിംഗ് റെസിസ്റ്റൻസും എയറോഡൈനാമിക് ഡ്രാഗും കൂടെ ഓവർകം ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഈ സ്റ്റോപ്പ് ഗോ പാറ്റേൺ വരുമ്പം അവിടെ ഒരു ആക്സലറേഷൻ ആൻഡ് ഡിസലറേഷൻ വരുന്നുണ്ട്. സോ ആ ഒരു കേസ് കൂടെ ഇവിടെ കൺസിഡർ ചെയ്യണം. സോ ഫസ്റ്റ് ടേം ഇസ് ദ ആവറേജ് പവർ ദാറ്റ് ഈസ് കൺസ്യൂം ടു ഓവർകം ദ ടയർ റോളിംഗ് റെസിസ്റ്റൻസ് ആൻഡ് എയറോഡൈനാമിക് ഡ്രാഗ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ ആക്സലറേഷൻ ആൻഡ് ഡിസലറേഷൻ. സോ ഇവിടെ യൂസ് ചെയ്ത ഡെൽറ്റ എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ മാസ് ഫാക്ടർ, dv/dt ആക്സലറേഷൻ ഓഫ് ദ വെഹിക്കിൾ ആണ്. സോ സ്റ്റോപ്പ് ഗോ പാറ്റേൺ വരുമ്പം ഒന്ന് ആക്സലറേറ്റ് ചെയ്തു പിന്നെ ഡിസലറേറ്റ് ചെയ്തു, അങ്ങനെയുള്ള കേസ് വരുന്നുണ്ട്. സോ അതിനും വേണ്ടിയുള്ള പവർ ഡെലിവറി ചെയ്യേണ്ടി വരും. സോ ആ ഒരു ടേം കൂടെ ഇവിടെ ഇക്വേഷനിൽ വരുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ആവറേജ് പവർ ലോഡിൻ്റെ ഇക്വേഷനാണിത്. ഇതിനേക്കാളും സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ആവറേജ് ലോഡ് പവർ എൻജിൻ പീക്ക് പവർ സോഴ്സ് എനർജി സ്റ്റോറേജിന് സപ്ലൈ ചെയ്യണം. അപ്പോഴേ PPS എനർജി സ്റ്റോറേജ് ഒരു എനർജി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൺസിഡർ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ഒരു വെഹിക്കിൾ ഡിസലറേറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന കൈനറ്റിക് എനർജീനെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ അവിടെ പവർ കൺസ്യൂംഡ് ഇൻ ആക്സലറേഷൻ ആൻഡ് ഡിസലറേഷൻ 0 ആയിട്ട് പറയാം. ഇനി കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തിട്ടില്ലെങ്കിൽ പവർ കൺസ്യൂംഡ് ഇൻ ആക്സലറേഷൻ ആൻഡ് ഡിസലറേഷൻ വിൽ ബി ഗ്രേറ്റർ ദാൻ 0. അത് തന്നെയാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഷോസ് പവർ ഇൻ ആക്സലറേഷൻ ആൻഡ് ഡിസലറേഷൻ വേഴ്സസ്
അതായത് ഡിഫറെൻറ്റ് കേസ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് വെച്ചിട്ടുള്ള കേസാണ് കാണിച്ചിരിക്കുന്നത്. സോ ഫുൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് അവിടെ ജനറേറ്റ് ചെയ്ത കൈനറ്റിക് എനർജീനെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തെടുക്കുന്നു. അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ ആ പവർ സോഴ്സ് സപ്ലൈ ചെയ്ത ആ പവർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. സോ ദാറ്റ് മീൻസ് ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ ആക്സിലറേഷൻ ആൻഡ് ഡിസലറേഷൻ ഇസ് 0. സോ അതുകൊണ്ട് ഈ 0 ലൈനിലാണ് ആവറേജ് പവർ വിത്ത് ഫുൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വരുന്നത്. ഇനി പാർഷ്യൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വരുമ്പോൾ 0നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു പവർ കൺസംഷൻ വരുന്നുണ്ട്. ഇനി റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഒട്ടും ഇല്ലെങ്കിൽ അവിടെ പവർ ഒന്നും തന്നെ റിക്കവർ ചെയ്യുന്നില്ല. സോ പവർ കൺസ്യൂംഡ് ഇൻ ആക്സിലറേഷൻ ആൻഡ് ഡിസലറേഷൻ വിൽ ബി വെരി ഹൈ. സോ അതാണ് ടോപ്പിൽ കാണിച്ചിരിക്കുന്ന ലൈൻ, അതാണ്. സോ 2 ഡിഫറെൻറ്റ് കേസസ് ആണ് നമ്മൾ നോക്കിയത്. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുന്നു, അതുകൂടാതെ ഒരു സ്റ്റോപ്പ് ഗോ പാറ്റേണിൽ വെഹിക്കിൾ ഡ്രൈവ് ചെയ്തു. സോ ഫസ്റ്റ് വൺ, സോ നമ്മൾ പവർ റേറ്റിംഗ് ഡിസൈൻ ഓഫ് എൻജിൻ ഓർ ജനറേറ്റർ ആണ് പഠിക്കുന്നത്. സോ പവർ റേറ്റിംഗ് എങ്ങനെ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെൻ വെഹിക്കിൾ ഡ്രൈവിംഗ് അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ്, അതായത് ഹൈവേ ഡ്രൈവിംഗ്, അവിടെ ഈ എൻജിൻ്റെ പവർ കേപ്പബിലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ അറ്റ്ലീസ്റ്റ് നോട്ട് ലെസ് ദാൻ ദ പവർ ദാറ്റ് ഈസ് നീഡഡ് ടു സപ്പോർട്ട് ദ വെഹിക്കിൾ ഡ്രൈവിംഗ് അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. സോ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ വെഹിക്കിളിന് നീഡഡ് ആയിട്ടുള്ള പവർ എന്താണോ അതിന് കുറച്ചുകൂടെ ഗ്രേറ്റർ ആയിട്ടുള്ള പവർ എൻജിൻ പ്രൊവൈഡ് ചെയ്യണം. സോ അതിൻ്റെ പവർ കേപ്പബിലിറ്റി അങ്ങനെ ആയിരിക്കണം. ഇനി ഒരു ഫ്രീക്വൻറ്റ് സ്റ്റോപ്പ് ഗോ പാറ്റേണിൽ വെഹിക്കിൾ മൂവ് ചെയ്യുമ്പം അവിടെ എങ്ങനെ ആയിരിക്കണം, അതായത് വെൻ ഡ്രൈവിംഗ് ഇൻ ഏർബൻ ഏരിയാസ്, അവിടെ ഈ എൻജിൻ്റെ പവർ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ഓർ അറ്റ് ആവറേജ് പവർ വെൻ ഡ്രൈവിംഗ് ഇൻ ഏർബൻ ഏരിയാസ് സോ ദാറ്റ് ദ പവർ ഇൻ PPS ക്യാൻ ബി ബാലൻസ്ഡ്. അങ്ങനെ വരുന്ന കേസിൽ പവർ കേപ്പബിലിറ്റി ആവറേജ് പവറിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കണം. അതായത് ഈ എൻജിൻ ഓർ ജനറേറ്റർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന പവർ ആവറേജ് പവറിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കണം. എന്നാൽ മാത്രമേ പീക്ക് പവർ സോഴ്സിലുള്ള എനർജീനെ ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതാണ് പവർ റേറ്റിംഗ് ഡിസൈൻ ഓഫ് എൻജിൻ ഓർ ജനറേറ്റർ ഇൻ സീരീസ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ. സോ ഇത്രയാണ് സൈസിങ് ഓഫ് ഇലക്ട്രിക്കൽ മെഷീൻ ഫോർ EVs ആൻഡ് EHVസിൽ വരുന്നത്. സോ ആദ്യം നമ്മൾ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് റീജിയൻസ് പഠിച്ചു, ദെൻ EM സൈസിങ് പഠിച്ചു, പിന്നെ പഠിച്ചത് പവർ റേറ്റിംഗ് ഡിസൈൻ ഓഫ് എൻജിൻ ഓർ ജനറേറ്റർ. താങ്ക് യു.